ഇസ്രായേലിന് എന്തായാലും ഇറാനെ ആക്രമിച്ചേ പറ്റൂ. അതിന് അവർ ഒരുപാട് പ്രകോപനം ഉണ്ടാക്കി നമുക്ക് ഓർമ്മയുള്ളൂ. അവരുടെ കോൺസുലേറ്റ് ആക്രമിക്കുന്നു, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊല്ലുന്നു. പക്ഷേ ഇറാൻ അതിനോടെല്ലാം വളരെ മയത്തിലാണ് പ്രതികരിച്ചത്. പക്ഷേ അപ്പോഴെല്ലാം ഇറാൻ മനസ്സിലാക്കിയിരുന്നു, ഒരു പ്രകോപനം ഉണ്ടാക്കി നമ്മളെ ആക്രമിക്കാനും തീർക്കാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. ഈ റീജിയണിൽ ഇസ്രായേൽ അല്ലാതെ മറ്റു പവർ ഉണ്ടാവരുന്ന അവർക്ക് ആഗ്രഹമുണ്ട്. സോ അവരതിനെ ആക്രമിക്കും. സോ അവരതിന് വെൽ പ്രിപ്പയർഡാണ്. അതുകൊണ്ടാണ് അബ്ബാസ് ഖരാച്ചി പറയുന്നത്, നിങ്ങൾ വരൂ, വി ആർ വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ട്രാപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, മൈനുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, അവിടെ ദീർഘകാലം പോരാടാൻ കഴിയുന്ന സേനയെ അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു ഒക്കെ കേൾക്കുന്നുണ്ട്. സോ അതുകൊണ്ട് യുദ്ധം വേഗത്തിൽ അവസാനിക്കുന്ന ഒന്നായിരിക്കില്ല. ഗസ ഒരു പോരാളി ഗ്രൂപ്പ് മാത്രം ഉണ്ടായിരുന്ന ചെറിയ ദേശമായിട്ട് പോലും അവിടെ ഇസ്രായേലിന് പോയി ജയിക്കാൻ പറ്റിയില്ല. അവസാനം അവരുടെ ബന്ദികളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കേണ്ടി വന്നു. തോക്ക് കൊണ്ട് പോയിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ. സോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, വേറൊരു രാജ്യത്തേക്ക് ഇൻവേഡ് ചെയ്ത് കയറി ആ രാജ്യത്തെ സമ്പൂർണ്ണമായും പരാജയപ്പെടുത്തി അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ട് വരാം, അതിന് മേലെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാക്കാം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു അധിക വിചാരമാണ്. സോ അതുകൊണ്ട് ഈ യുദ്ധം എവിടെ എത്താൻ പോകുമെന്ന് ചോദിച്ചാൽ എൻ്റെ എപ്പോഴത്തെ ആശങ്ക, യുദ്ധം ലോകത്തെ ബാധിക്കുന്നു. നമ്മളിപ്പോൾ തന്നെ നോക്കൂ, ഇന്നിപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പറഞ്ഞു 50% കടകളും അടച്ചു. നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഈ ഓഫീസസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ പരിസരത്ത് നോക്കിയാൽ പല കടകളും അടച്ചു കഴിഞ്ഞു, ഹോട്ടലുകൾ അടച്ചു. ഉള്ള ഹോട്ടലുകളെല്ലാം അതിൻ്റെ പ്രൈസ് കൂട്ടിയിരിക്കുന്നു. ഒരു ചായക്ക് 12 രൂപ ഉണ്ടായിരുന്നത് 10 രൂപ ഉണ്ടായിരുന്നത് 15 രൂപയ്ക്ക് ചായ വയ്ക്കാൻ തുടങ്ങിയിരുന്നു. പല സാധനങ്ങളുടെ വില കൂട്ടി, പല ഹോട്ടലുകളും വിഭവങ്ങൾ പലതും ഉണ്ടാവില്ല, ഗ്യാസ് പ്രതിസന്ധിയാണെന്ന് പറയുന്നു. നമ്മുടെ ഭരണകൂടത്തിന് 150 കോടി ആൾക്കാരുള്ള ഈ രാജ്യത്ത് ഗ്യാസ് ഫ്ലോ എന്ന് പറഞ്ഞാൽ LPG ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. 3-4 കപ്പലുകൾ വരുന്നു വെച്ചാൽ 3-4 കപ്പലുകൾ ഒരു ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ വന്നാൽ തീരുന്നതല്ല ഇന്ത്യയുടെ ആവശ്യകത എന്ന് പറയുന്നത്. സോ ലോകം അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോവുകയാണ്. അമേരിക്ക തന്നെയും അനുഭവിക്കുന്നുണ്ട്. അമേരിക്ക കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നും പറയാൻ പാടില്ല. അമേരിക്ക സമ്പൂർണ്ണമായ യുദ്ധത്തിൽ പരാജയപ്പെട്ടെന്ന് പൂർണ്ണമായും പറയാൻ ചോദിച്ചാൽ അമേരിക്കൻ ആയുധ കമ്പനികൾക്കാണ് വൻതോതിലുള്ള നേട്ടം ഉണ്ടായത്. ഇപ്പോൾ ട്രംപ് തന്നെ അമേരിക്കൻ ആയുധ കമ്പനി ഏജൻസികളെ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടു, ബെറ്റർ ടൈമാണ് എന്ന് അവരോട് പറയുന്നുണ്ട്. അമേരിക്കയുടെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. സോ എണ്ണയ്ക്കൊരു ഭയങ്കരമായ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ നേട്ടം ഉണ്ടാക്കും. അത് അമേരിക്കയെ സംബന്ധിച്ച് LPG ഒക്കെ ഗുണമുള്ള കാര്യമാണ്, ആ നിരക്കുള്ള ഗുണമുണ്ട്. പക്ഷേ ആ ഗുണത്തിൽ ഇത് നിൽക്കുമെന്ന് അമേരിക്ക വിചാരിച്ചെങ്കിൽ അതിനപ്പുറം ഇത് പോകുന്നുണ്ട്. കാരണം ലോക സമ്പദ് വ്യവസ്ഥ ഇത് റിസഷനിലേക്ക് തള്ളിവിടുകയാണ്. ഹോർമുസ് സ്ട്രെയിറ്റ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ നാളെ ഒരു യുദ്ധം അവസാനിപ്പിച്ച് ആ സ്ട്രെയിറ്റ് തുറന്നാൽ തന്നെ നമ്മുടെ പ്രശ്നം തീരാൻ പോകുന്നില്ല. കാരണം ഡെയിലി 250 കപ്പൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഡെയിലി 5 എണ്ണം മാത്രമേ പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും ആലോചിച്ച് നോക്കാവുന്നതാണ്. സോ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഭീതിതമായിട്ടുള്ള ക്രൈസിസിലേക്ക് പോകാൻ പോകുന്നു. കരയുദ്ധത്തിൽ വരുമ്പോൾ ഇറാൻ തോക്കുമോ അമേരിക്ക ജയിക്കുമോ എന്നുള്ള ക്വസ്റ്റിനേക്കാൾ അപ്പുറം എനിക്ക് തോന്നുന്ന കാര്യം, നമ്മൾ ക്രൈസിസിലേക്ക് പോകാൻ പോവാണ്. നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന എക്സൈസ് ഡ്യൂട്ടി 13-ൽ നിന്ന് 10 കുറച്ചു, മറ്റേ ഡീസലിൻ്റെ ഫുള്ള് കുറച്ചു. എന്നിട്ടാണ് നമ്മളിപ്പോൾ എണ്ണ വില കൂട്ടാതെ നിൽക്കുന്നത്. അവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. കാര്യം ഇത് 100-ന് മുകളിലേക്ക് പോകും. യുദ്ധം ഒരു 6 മാസം നിൽക്കുകയും 100-ന് മുകളിൽ ബാരലിൻ്റെ വില നിൽക്കുകയും ചെയ്താൽ നമ്മുടെ GDP-യിലടക്കം 1% എബവ് അതിൻ്റെ വളർച്ചയെ ബാധിക്കാൻ പോവാണ്. നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് വെറുതെ ആലോചിച്ച് നോക്കാം, നമ്മളിതിൻ്റെ കാഴ്ചക്കാരല്ല. നമ്മളിത് ഇമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, കൂടുതൽ ദുരിതപൂർണ്ണമാകാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറാൻ അവരുടെ കയ്യിലുള്ള 2-3 പ്രധാനപ്പെട്ട ഏറ്റവും അത്യാധുനികമായ മിസൈലുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച് അവരുടെ പ്രധാനപ്പെട്ട മിസൈൽ ശേഖരങ്ങളൊക്കെ തകർത്തു കഴിഞ്ഞാൽ ലോഞ്ചറുകളൊക്കെ തകർത്തു. രണ്ടാമത്തേത്, ഈ യുദ്ധം നീണ്ടു നിൽക്കാൻ പോകുന്നൊരു യുദ്ധമാണ്. അവരുടെ ഇറാൻ-ഇറാഖ് യുദ്ധം പോലെ 8 വർഷം നീണ്ട യുദ്ധമാണല്ലോ. ഈ യുദ്ധം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ്. ആ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ ശത്രു ദുർബലനാവുന്ന ഘട്ടത്തിൽ വലിയ ആയുധങ്ങൾ പ്രയോഗിക്കേണ്ടി വരുന്ന പ്ലാനിലാണ് അവരുടെ മൊസൈക്ക് പ്രതിരോധ സംവിധാനം അവർ തയ്യാറാക്കിയിട്ടുള്ളത്. സോ വൻപൻ ബോംബുകൾ വന്ന് വീഴാം. അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഈ റീജിയൻ ആകെപ്പാടെ കുളമായി പോകും. നമുക്ക് ഒരുപാട് റീജിയണിൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമുസ് വഴി വരുന്ന LPG-യും അല്ല എണ്ണയും മാത്രമൊന്നുമല്ല, അല്ലാതെ തന്നെ നമുക്ക് ഇറാനിൽ താല്പര്യങ്ങളുണ്ട്. നമ്മൾ അവിടുത്തെ ചബാഹർ പോർട്ടിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ അവരും തമ്മിൽ നല്ല ബന്ധമാണ്, എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നിന്ന് പോകുമെന്ന് വെച്ചാൽ ഈ റീജിയൻ ആകെപ്പാടെ അലങ്കോലമാകാൻ പോവുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്ന കുഴപ്പമാകാൻ പോവുകയാണ്. ഇറാൻ കൊള്ളാവുന്ന മിസൈലുകളൊക്കെ എടുത്ത് GCC-യിൽ ഇട്ടാൽ നമ്മുടെ 1000-കണക്കിന് സഹോദരങ്ങൾ അവിടെയുണ്ട്. അവരവിടെ ജീവിക്കുന്നു, അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്നു, അവരുണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്ന പണം കൊണ്ട് കേരളം നിവർന്നു നിൽക്കുന്നു. എല്ലാ തരത്തിലും ബാധിക്കും. സോ ഈ യുദ്ധത്തിൽ അമേരിക്ക ഒരാളെങ്കിലും ഇങ്ങോട്ട് കൂടുതലായി അയക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ മലയാളിയായ ഇന്ത്യക്കാരായ നമ്മൾ ശരിക്കും ഭയപ്പെടേണ്ട, ആധി കൊള്ളേണ്ട സമയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാൻ-ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ആത്യന്തികമായ ഒരു യുദ്ധ ദിവസം, ദ ഫൈനൽ ഡേ ഓഫ് ദ വാർ എന്നൊന്നും ഇല്ല. അങ്ങനെ ഒരു സാധനം ഇനി ആധുനിക യുദ്ധത്തിലില്ല. യുദ്ധം അപ്പുറത്തും ഇപ്പുറത്തും വിനാശം ഉണ്ടാക്കും. അത് ആ റീജിയനിലെ ലോകത്തെ തന്നെ തീർക്കും. ഇറാൻ്റേതെന്ന് പറഞ്ഞാൽ ഹോർമുസ് സ്ട്രെയിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന നേഷൻ അവരാണ്. അവരവിടുത്തെ ട്രാഫിക് മൊത്തം ബ്ലോക്ക് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ അതുണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ആലോചിക്കണം. ഇനി തുറന്നാൽ തന്നെയും എത്ര കാലം ഓടിയാലാണ്, 6-7 മാസം കണ്ടിന്യൂസായി ഓടിയാൽ മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം പരിഹരിക്കൂ. സോ നമ്മൾ വലിയ ദുരന്തത്തിലേക്ക് പോകാൻ പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ സേന, നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞാണ്, അവിടെ വന്നിട്ട് അവർക്കത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. കാരണം അവർക്കറിയാത്ത ടെറൈൻ. അവസാനത്തെ പോരാട്ടത്തിനാണ് ഇറാൻ നിൽക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ തോറ്റാൽ ഇസ്ലാമിക്
റെജീം പോവാണ്. സോ IRGC എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് റെജീമിൻ്റെ മാത്രം പട്ടാളമാണ്. അതിന് വേറെ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ഇല്ല. അതിൻ്റെ ഒരേ ഒരു ഇൻട്രസ്റ്റ്, ഒരേ ഒരു താല്പര്യം ഇസ്ലാമിക ഭരണകൂടത്തെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ലോകത്തിന് എന്ത് സംഭവിക്കുന്നുള്ളതോ, ലോകത്തെ പൊളിറ്റിക്സിന് എന്ത് സംഭവിക്കുന്നുള്ളതോ, അല്ലെങ്കിൽ ഈ ഒരു പരിധി കഴിഞ്ഞാൽ ഇറാനിലെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷന് എന്ത് സംഭവിക്കുന്നില്ല അവരുടെ വിഷയമല്ല. അവരുടെ സുപ്രീമോ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പ്രകോപനം പരമാവധിയിൽ വന്നു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരെ സംബന്ധിച്ച് ഈ സുപ്രീമോ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് സംബന്ധിച്ച് അവർക്ക് 37 യൂണിറ്റുകൾക്ക് നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയും, നിർദ്ദേശം കൊടുക്കേണ്ട മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞു. മെഷീൻ ഇസ് സ്റ്റിൽ വർക്കിംഗ്. ഇത് ഓഫ് ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. ഈ ബോംബ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ ഓഫ് ചെയ്യാനുള്ള കമാൻഡ് ചെയ്യുന്ന സ്റ്റേഷൻ പോയിന്റുകളെല്ലാവരും കൊല്ലുകയാണ്. മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാക്കുന്നത് ചെറിയ അപകടമായിരിക്കില്ല. അമേരിക്ക ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പട്ടാളക്കാരെ കൊന്നുകളഞ്ഞ വിയറ്റ്നാമിൻ്റെ ചരിത്രമായിരിക്കും അമേരിക്കയുടെ മുമ്പിൽ ഇപ്പോൾ ഒരു വശത്ത് തെളിഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.